ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഉള്ളിലെ നന്മയെ കണ്ടെത്തുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ നോമ്പുകാലം. സഭാപ്രസംഗി 7:20 പറയുന്നു, ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമുഖത്തില്ല. കൂടുതൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും അനുദപിക്കുവാനും നന്മയെ തിരഞ്ഞെടുക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനുമുള്ള അവസരമാണ് ഈ നോമ്പുകാലം. നോമ്പുകാലത്ത് സഹനം വളരെ പ്രാധാന്യമേറിയതാണ്. അത് നമ്മൾ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്? കർത്താവിൻ്റെ കയ്യിൽ നിന്നോ അതോ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടോ? ഫിലിപ്പിയർ 1:29 പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാനുമായുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങളെ സന്തോഷമായി സ്വീകരിക്കുന്നവർക്ക് കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാനും കഴിയും. അഗ്നിയുടെ ചൂടിൽ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ ആത്മീയ വിശുദ്ധിയാൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദൈവസ്നേഹാനുഭവത്തിൻ്റെ നിമിഷങ്ങളാക്കി അവയെ നമുക്ക് മാറ്റാം. മനുഷ്യമക്കളുടെ രക്ഷയ്ക്കു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരംശമെങ്കിലും തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറപ്പാട് 14:13 നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം ഇന്ന് നിങ്ങൾ കാണും. ഈ നോമ്പുകാലത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഈ വലിയ നോമ്പ് ആത്മീയതയുടെ വസന്തകാലമായി, നന്മകളുടെ പുണ്യകാലമായി നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തു നമ്മെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കട്ടെ. ആമേൻ.